ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മോനെ എഴുതിപ്പിക്കാനായിട്ട് ഞങ്ങൾ കോട്ടയത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പനച്ചിക്കാട് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിനടുത്ത് അമ്പാട്ടുകടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ആ തടാകത്തിൽ ഫുള്ള് നമ്മളെ ആമ്പലുകളാണ്, ഇങ്ങനെ കൃഷി ചെയ്തേക്കുവാണ്. ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. അത് പിങ്ക് കളറിൻ്റെ. അപ്പം ഇത് അവിടുത്തെ ഒരു വിനോദം പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് എടുത്ത് നമ്മൾ കറങ്ങാൻ പോകാൻ അതിനകത്ത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നല്ല രസമായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ എൻജോയ് ചെയ്തു. ഒരു വള്ളത്തിലായിട്ടാണ് പോയത്. 150 രൂപയോ എന്തോ ആയിരുന്നു കേട്ടോ ഒരാൾക്ക്, അങ്ങനെ ഒരു ബോട്ട് എടുക്കുന്നതിന്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ആമ്പലൊക്കെ പറിച്ചെടുക്കുന്നത്. എൻ്റെ മോന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ പറിച്ചെടുക്കാനായിട്ട്, പക്ഷേ പറ്റിയില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൈയൊക്കെ മുറിഞ്ഞെന്നൊക്കെ അവൻ ഡ്രാമ കാണിക്കുന്നുണ്ട്. എന്നെ അവസാനം അവൻ പറിച്ചൊക്കെ എടുത്തു. ഇഷ്ടംപോലെ പൂവൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട്. അപ്പോൾ അതാണ് ഞങ്ങളെ സാറ് കേട്ടോ, അവിടുത്തെ കോട്ടയത്തുള്ള. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു, കാണുന്നുണ്ട്, അടിപൊളി രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നേരിൽ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ സമയം ഒരു 8-8:30 ആയി കാണുമായിട്ട് ഞങ്ങൾ പോയ സമയത്ത്. അങ്ങനെ കുറേ നേരമൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ കൈയിട്ടൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ഇവിടുന്ന് മാറ്റും കേട്ടോ. വാരി മാറ്റിയ ശേഷം ഇവിടുന്ന് അവർ കൃഷി ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ വള്ളം ഒട്ടിച്ച ആൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മൾ മുട്ടച്ചെടിയോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. നമ്മൾ പണ്ട് ഇതിലൊക്കെ ഇടുന്നൊരു സംഭവമാണ് കേട്ടോ. അതായത് ഫിഷ് ടാങ്കിലൊക്കെ കൊണ്ടിടുമായിരുന്നു. അങ്ങനെ എന്തായാലും പോയി. എൻ്റെ മക്കൾക്കൊക്കെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവരിങ്ങനെയൊന്നും പോയിട്ടില്ല, ഇവരിങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണല്ലോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും വീട്ടിനകത്തൊക്കെ ആണല്ലോ, ഇവിടെ ഒന്നുമില്ലല്ലോ. നമ്മൾ കളിച്ച് വളർന്നതുപോലെ ഉള്ള ഒരു ഇതൊന്നും ഇവർക്കില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നാട്ടിൽ വരുമ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കൊച്ചിൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ പോയി അടിച്ച് പൊളിച്ച് കേട്ടോ. നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവിടെ മാത്രം ഞങ്ങൾ പോയോളെങ്കിൽ നല്ല രസമായിരുന്നു. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പറിച്ചൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കട്ടിയിലാണ് അതിൻ്റെ വേര് താഴോട്ടുള്ളത്. നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂവ് നമ്മൾ അതിൽ നിൽക്കുമ്പോൾ ഉള്ള ഭംഗി നമ്മളെ കയ്യിൽ വരുമ്പോൾ ഇല്ല, എന്നാലും നമുക്കൊരു സന്തോഷത്തിന് ഞങ്ങൾ പിടിച്ചു. അങ്ങനെ അതിൻ്റെ വെളിയിലായിട്ട് നമുക്ക് ഈ തടാകത്തിൻ്റെ വെളിയിലായിട്ട് നമുക്കവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഊഞ്ഞാലക്കാടി ആടാം, റീലൊക്കെ എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ മീൻ പിടിക്കുന്നുണ്ട് അവർ, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം കോട്ടയത്താണിത്. കോട്ടയത്ത് പനച്ചിക്കാട് ദേവി ക്ഷേത്രത്തിനടുത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. ഇതിൻ്റെ പേര് അമ്പാട്ടുകടവ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് പോയി നോക്കണേ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. ബൈ ബൈ, താങ്ക് യു.